റംദാസ് കിച്ചൻ്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഇത് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫുൾ ചിക്കനാണ്, സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് നിറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. മസാലയ്ക്ക് നല്ല രീതിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഹോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതോട്ട് നമുക്കൊരു 1/4 കപ്പ് അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ നല്ല രീതിക്ക് തന്നെ ഒന്ന് സോഫ്റ്റ് ആയി വരാൻ കേട്ടോ ഇതും ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിതിനെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നല്ല രീതിക്ക് തന്നെ തേച്ച് പിടിപ്പിച്ചാൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതോട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ അതായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പച്ചമുളക് എന്നിവ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുക്കാം. എന്നുവെച്ചാൽ ഒരു ബൗളെടുക്കാം. ഇതോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഹോൾസിലൊക്കെ നല്ല രീതിക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റീമർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഇതോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോളം നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം വന്നിട്ടുണ്ടോ എന്നൊക്കെ. അതുപോലെ തന്നെ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂറോടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ടോട്ടൽ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിക്ക് ഒന്ന് വന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഹാഫ് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു ബ്ലാക്ക് ലെമൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഒരു പിടി മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കനിൽ ചേർത്ത് കൊടുത്ത അതേ ഒരു മസാല തന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നോക്കാം. അതിൻ്റെ സ്റ്റീമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിതിനെ ഒന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മുകൾ ഭാഗം വെന്തണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു കണല് കത്തിച്ചിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മൂടി വെക്കാം ഒരു അരമണിക്കൂർ. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് കളർ മാറ്റിയെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കളർ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ. അണ്ടിൽ ദെൻ ബൈ.